സ്നേഹം കൊണ്ട് മാത്രമൊന്നും ഒരു കുടുംബജീവിതവും മുന്നോട്ട് പോകില്ല. കുടുംബജീവിതത്തിൽ സഹിക്കാനുള്ള ഒരു മനസ്സും കൂടെ ഉണ്ടെങ്കിലേ കുടുംബജീവിതം വിജയിപ്പിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. ചില ഭാര്യ ഭർത്താക്കന്മാർ പറയുന്ന ഒരു കാര്യമാണ്, വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളേറെയായി ഒരു സമാധാനമില്ല, ഒരു സന്തോഷമില്ല, കുടുംബജീവിതത്തിൽ ഒരു സന്തോഷം അനുഭവിക്കാനായിട്ട് പറ്റുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ഈ കുടുംബജീവിതത്തിൽ എപ്പോഴും സ്നേഹം കിട്ടുന്നില്ല, അല്ലെങ്കിൽ സ്നേഹത്തിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കുടുംബജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാകില്ല. ഇപ്പോൾ ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു ഭർത്താവ് സ്നേഹത്തിന് വേണ്ടി മാത്രം കൊതിച്ചുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യം അവിടെ ചോദിക്കേണ്ടി വരും. ആ ചോദ്യം ഇതാണ്: ഇപ്പം നിനക്ക് നിൻ്റെ ഭർത്താവിൻ്റെ സ്നേഹം മാത്രം മതിയെങ്കിൽ, ഇപ്പോൾ നിനക്ക് നിൻ്റെ ഭാര്യയുടെ സ്നേഹം മാത്രം മതിയെങ്കിൽ, നിൻ്റെ ഭാര്യയുടെ നിൻ്റെ ഭർത്താവിൻ്റെ കുറവുകൾ ആര് സഹിക്കും? മാതാപിതാക്കൾ സഹിക്കണോ? മക്കൾ സഹിക്കണോ? അയൽവക്കംകാർ സഹിക്കണോ? അല്ലെങ്കിൽ നാട്ടുകാർ സഹിക്കണോ? അവരല്ല സഹിക്കേണ്ടത്. കുടുംബജീവിതത്തിൽ ഭാര്യയുടെ കുറവ് ഭർത്താവ് സഹിക്കണം. കുടുംബജീവിതത്തിൽ ഭർത്താവിൻ്റെ കുറവ് ഭാര്യ സഹിക്കണം. വിവാഹം എന്ന കൂതാശയിൽ ശരിക്കും ഇത് സമ്മതിച്ചുകൊണ്ടാണ് വിവാഹം കഴിക്കുന്നത്. കാരണം സമ്പത്തിലും ദാരിദ്ര്യത്തിലും എന്ന് പറയുന്നുണ്ട്, ദുഃഖത്തിലും സന്തോഷത്തിലും എന്ന് പറയുന്നുണ്ട്, ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഇതെല്ലാം പറഞ്ഞു ഉറപ്പിച്ച ശേഷമാണ് പിന്നെ ദാമ്പത്യ ജീവിതത്തിലേക്കും കുടുംബജീവിതത്തിലേക്കും പ്രവേശിക്കുന്നത്. പക്ഷേ അവിടെ പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ജീവിതത്തിൽ അത് ജീവിക്കുന്നില്ലെങ്കിൽ, അവിടെയാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങളും വഴക്കുകളൊക്കെ ഡിവോഴ്സിലേക്ക് അല്ലെങ്കിൽ വിവാഹമോചനത്തിലേക്ക് എത്തുന്നത്. സ്നേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരിക്കലും വേർപെടുത്താൻ പറ്റാത്ത ഒരു കാര്യമാണ് സഹനം. സ്നേഹവും സഹനവും എപ്പോഴും ഒരുമിച്ചേ പോകുള്ളൂ. ശരിക്കുമുള്ള ആത്മാർത്ഥത നിറഞ്ഞ സ്നേഹത്തിലുണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ സഹനമുണ്ട്. അതുപോലെ തന്നെ സഹനത്തിൻ്റെ ഉള്ളിലും സ്നേഹമുണ്ട്. ഇതിനെ ഒരിക്കലും വേർപെടുത്താനായിട്ട് പറ്റില്ല. എന്ന് ഒരു ഭാര്യ ഒരു ഭർത്താവ് ഇതിനെ വേർപെടുത്തി ഇതിനെ രണ്ട് വ്യത്യസ്ത ചിന്തകളാക്കി കണ്ടുകൊണ്ട് ജീവിക്കാൻ തുടങ്ങുന്നു, അന്ന് പല പ്രശ്നങ്ങളും ദാമ്പത്യ ജീവിതത്തിൽ ഉടലെടുക്കും. വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 13-ാം അധ്യായം, ആ 13-ാം അധ്യായത്തിൻ്റെ 4-ാം തിരുലിഖിതം മുതലൊന്ന് വായിച്ചു നോക്കുക. അവിടെ പൗലോസ് പറയുന്നുണ്ട്, സ്നേഹം ദീർഘക്ഷമയും ദയയും ഉള്ളതാണ്. അതിനുശേഷം 7-ാം തിരുലിഖിതത്തിൽ വിശുദ്ധ പൗലോസ് പറയാണ്, സ്നേഹം സകലതും സഹിക്കുന്നു. ഒരു വളരെ സാധാരണമായിട്ടുള്ള ഒരു കുടുംബജീവിതത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ. അല്ലാതെ ജീവിതത്തിൽ കുടുംബത്തിൽ മദ്യപിച്ചും മയക്കുമരുന്നൊക്കെ അടിച്ച് ജീവിക്കുന്ന ഭർത്താവിൻ്റെ അടിമത്തത്തിൽ ഭർത്താവ് കൊല്ലാനൊക്കെ ആയിട്ട് വരുമ്പോൾ ഭാര്യ അത് സഹിക്കണമെന്നല്ല ഉദ്ദേശിച്ചത്. വളരെ സാധാരണമായിട്ടുള്ള ഒരു കുടുംബജീവിതത്തിൽ പരാതികളും പരിഭവങ്ങളൊന്നും ഇല്ലാതെ അത്യാവശ്യം സമാധാനത്തോടെ സന്തോഷത്തോടെയൊക്കെ ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ കുടുംബജീവിതത്തിൽ ചില സഹനങ്ങളെ പ്രതീക്ഷിച്ച് ജീവിക്കണം. ഭർത്താവിൻ്റെ കുറവുകളെ ഈ ലോകത്തിൽ ഞാനല്ലാതെ വേറെ ആരും ഏറ്റെടുക്കാനായിട്ടില്ല എന്ന് ഒരു ഭാര്യ തീരുമാനിച്ചു കഴിഞ്ഞാൽ, അത് ധൈര്യപൂർവ്വം അങ്ങോട്ട് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആ ഭാര്യയുടെ ജീവിതത്തിൽ ഒത്തിരി സമാധാനം ഉണ്ടാകും. അതുപോലെ തന്നെ സ്വന്തം ഭാര്യയുടെ കുറവുകളെ ഞാനല്ലാതെ വേറൊരാളും ഏറ്റെടുക്കാനില്ല എന്ന്, അല്ലെങ്കിൽ അത് സഹിക്കാൻ വേറെ ഒരാളും ഈ ഭൂമിയിൽ ഇല്ല എന്ന് ഒരു ഭർത്താവ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയ സന്തോഷ സമാധാനം ഉണ്ടാകും. സ്നേഹത്തിൽ സഹനമില്ലെങ്കിൽ അത് വെറും ഒരു ഫീലിംഗ് ആണ്, അത് വെറും ഒരു വികാരം മാത്രമാണ്. സ്നേഹത്തിൽ സഹനം കൂടെ കലരുമ്പോഴാണ് അത് യഥാർത്ഥ സ്നേഹമായിട്ട് മാറുന്നത്. ഇന്ന് നമ്മുടെ പല കുടുംബങ്ങളും തകരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയാമോ? എപ്പോഴും സ്നേഹവും സന്തോഷവും സുഖവും മാത്രം മതി. അവരുടെ ജീവിതത്തിൽ ഒരിക്കലും സഹിക്കാനുള്ള ഒരു മനസ്സ് അവർക്കില്ല. അതുകൊണ്ടാണ് പല കുടുംബജീവിതങ്ങളും തകർന്നു പോകുന്നത്. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, കുടുംബജീവിതത്തെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം, ആശീർവാദം സ്വീകരിക്കാം.